വേനൽ മഴ വരുമ്പോഴത്തേനും നമ്മൾ ഈ വിത്തുകളൊക്കെ പാവാൻ പോവാണ്. അപ്പോൾ ഏപ്രിൽ മാസം മെയ് മാസത്തിലൊക്കെ നമ്മൾ വിത്ത് പാവിയാൽ നമുക്ക് മഴക്കാലത്തേക്ക് നല്ല തൈകൾ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പയറിൻ്റെ വിത്തുണ്ട്. അതുപോലെ തന്നെ ഇതെനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണ്. ഇതിൽ വെണ്ടയുടെ വിത്തും അതുപോലെ മുളകിൻ്റെ വിത്തുണ്ട്. പിന്നെ ഇത് ഞാൻ മേടിച്ചതാണ് വഴുതനയുടെ വിത്ത്, അതുപോലെ നാടൻ വെണ്ടയുടെ വിത്താണ്, പയറിൻ്റെ വിത്തും പിന്നെ അതുപോലെ ചീരയുടെ വിത്തുമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം പാവാം. ഞാനിന്ന് ഈ വിത്തുകളൊക്കെ പാകാൻ പോകുന്നത് നമ്മുടെ ട്രേയിലാണ് കേട്ടോ, മുട്ട ട്രേയിൽ. അപ്പോൾ ഈ ഒരു ട്രേയിലാണ് ഞാനിന്ന് വിത്ത് പാകാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ട്രേ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല. അപ്പോൾ എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇപ്പോൾ അത് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നില്ല, നേരിട്ടൊരു കടയാണല്ലോ. അപ്പോൾ അവിടെ മുട്ട ട്രേ കൊണ്ടുവരുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അതൊക്കെ കത്തിച്ച് കളയണമായിരുന്നു. കൊതുകിനൊക്കെ നല്ലതാണ് കത്തിച്ചാൽ, വൈകുന്നേരമൊക്കെ കത്തിച്ചാൽ കൊതുകൊക്കെ പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കത്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് അവർ തന്നെ കൊണ്ടുപോയിട്ട് വീണ്ടും റീയൂസ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലൊന്ന് മുളപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് തയ്യാറാക്കണം. അപ്പോൾ മണ്ണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഏപ്രിൽ മാസത്തെ വിത്ത് പാവലിന് വേണ്ടിയിട്ട് മണ്ണൊരുക്കണം. അപ്പോൾ ഈ കല്ലും കട്ടിയൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ തരി മണ്ണാക്കി എടുക്കണം. ഇത് നല്ല ലൂസ് മണ്ണാണ്, നല്ല കരിയലിയും ഒക്കെ അതിൻ്റെ കറുത്ത കളർ മണ്ണാണ് കേട്ടോ. അപ്പം ഇതിലെ കട്ടകളൊക്കെ പറക്കി മാറ്റാം. അപ്പോൾ ഒരുവിധം കല്ലും കട്ടൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ചാരം ഇട്ട് കൊടുക്കണേനെ. ചാരം എന്ന് പറഞ്ഞാൽ അടുപ്പ് കത്തിച്ചിട്ട് വിറകൊക്കെ കത്തിച്ചിട്ടുണ്ടാക്കുന്ന വെണ്ണീരിനാണ് ഇട്ട ചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം, ഈ ഒരു ചാരും മണ്ണും കൂടിയിട്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വിത്ത് പാകിയാൽ എല്ലാം മുളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വിത്തൊക്കെ ഉറുമ്പ് തിന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാരും മണ്ണും കൂടിയിട്ട് മിക്സ് ചെയ്യണത്. ഇനി ഇത് നമ്മുടെ ട്രേയിൽ നിറക്കണം. അപ്പോൾ ഞാനിത് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജ് ഇവിടെ നമ്മൾ തൈകളൊന്നും മേടിക്കാത്ത കാരണം, ഫ്രൂട്ട്സിൻ്റെ തൈകളൊന്നും മേടിക്കാത്ത കാരണം ഇപ്പോൾ ഫ്രിഡ്ജ് ഇവിടെ ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഞാനിതിൽ കരിയിലൊക്കെ ഇട്ട് നിറച്ച് സെറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ട്രേയിൽ നമ്മുടെ വിത്ത് പാവാൻ വേണ്ടിയിട്ട് ഈ ട്രേ ഇവിടെ വെക്കട്ടെ. ഈ ഒരു സംഭവത്തിലാണ് ഞാൻ ട്രേ വെക്കുന്നത്. എന്തെന്ന് വെച്ചാൽ വെയിലധികം ഏൽക്കാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ മഴ കൊള്ളാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വേനൽ മഴ കിട്ടിയാലാണ് നമ്മുടെ വിത്ത് ശരിക്കും റെഡിയാവുള്ളൂ. അപ്പോൾ ഈ ട്രേ വെച്ച് കഴിഞ്ഞാൽ ഇത് അലുത്ത് പോകുന്നില്ല കേട്ടോ. നല്ല കട്ടിയുള്ള സംഭവമാണ്, കടലാസിൻ്റെയാണ്. പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളം നനഞ്ഞാലും അങ്ങനെ അലുത്ത് പോകുന്നില്ല. പിന്നെ വിത്ത് വീണ് പോയാലും നമ്മുടെ ഈ ഫ്രിഡ്ജിൽ തന്നെ കിടക്കുമല്ലോ. അത് കാരണമാണ് കേട്ടോ ഞാനിത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഈ നമ്മുടെ മണ്ണിട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നടാൻ പോകുന്നത് വെണ്ടയുടെ വിത്തും, ഇത് വെണ്ടയുടെ വിത്താണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. അതുപോലെ തന്നെ മുളകിൻ്റെ വിത്താണ് ഇതിലുള്ളത്. അതാണ് ഇപ്പോൾ ഈ ട്രേയിൽ നടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും ട്രേകളൊന്നും കൂടി മേടിച്ചിട്ട് ബാക്കിയുള്ള വിത്തുകളൊക്കെ അതുപോലെ നടണം. ഇപ്പോൾ ഇതിൽ ഞാൻ മുളകും പിന്നെ വെണ്ടി മാത്രമേ നടന്നുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഈ മുളകിൻ്റെ വിത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് വേനൽ മഴ കൊണ്ടു കഴിഞ്ഞാൽ നമ്മളിട്ട വിത്തുകളൊക്കെ മുളച്ച് വരും. അങ്ങനെ നമ്മുടെ നേരത്തെ ഇട്ട് വെച്ച ചീരയുടെ വിത്ത് മുളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചെറുതായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചീരയുടെ വിത്ത് പാകിയത് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നേരത്തെ ഇട്ട് വെച്ചത് ഇതിൽ മുളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലെ എല്ലാ വിത്തുകളും ട്രേ മേടിച്ചിട്ട് ഇതേപോലെ ഇടണം. അപ്പം നമ്മുടെ വേപ്പ് നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഇതാ തളിരയിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടാണ് ഈ വേപ്പ് പിടിച്ചിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഈ കടക്കലുള്ള ഇതെല്ലാം ഞാൻ പറിച്ചോളാം കേട്ടോ. അതൊന്നും ഇതിൻ്റെ കടക്കൽ ഞാൻ നിർത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ്റെ ചെനപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിന് നല്ല അടിപൊളിയായിട്ട് വേറെ 2 ചെനപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേപ്പ് നല്ല ഉഷാറാണ്. ബക്കറ്റിൽ നട്ടിട്ടുള്ള വേപ്പ് നല്ല സൂപ്പറാണ് കേട്ടോ. സൂപ്പറായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചീര, ബേബി കൊട്ടയിൽ നട്ട ചീര ഇതാ നല്ല സൂപ്പറായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വളർന്നു വരുന്നത്. നല്ല ഗ്രോത്തും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഇതിൻ്റെ ചോട്ടിലേക്ക് കുറച്ച് കമ്പോസ്റ്റൊക്കെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മണ്ണും കമ്പോസ്റ്റൊക്കെ ഈ ഒരു കരിയിലയുടെ മേലെ കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴ്ന്നു പോയപ്പോൾ ഉഷാറായിട്ടാണ് നമ്മുടെ ബേബി കൊട്ടയിലെ ചീരയും വളർന്നു വന്നിട്ടുള്ളത്. പിന്നെ മൊത്തത്തിൽ നമ്മുടെ എല്ലാ പച്ചക്കറി വേറൊരു കാര്യം സംഭവം കാണിച്ചു തരാം കേട്ടോ. മൊത്തത്തിലെല്ലാം ഉഷാറാണ്. വഴുതനങ്ങ പിന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിൽ അന്ന് ഉണ്ടായ വഴുതനങ്ങ ഒക്കെ പറിച്ചിട്ട് കറി വെച്ചപ്പോൾ വീണ്ടും വേറെ വഴുതനങ്ങ ഉണ്ടായിരുന്നു. അന്ന് പറിച്ചതിൻ്റെ തണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും വേറെ വഴുതനങ്ങ 2 കൂടി ഉണ്ടായിട്ടുണ്ട്. മീൻ വേസ്റ്റ് എന്താ പറയുക, നമ്മുടെ ഫിഷ് അമീനെ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ആണിട്ട് അത് വീണ്ടും ഇതിൻ്റെ മുകളിലൊക്കെ നിറച്ചും വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചീനമുളകിൻ്റെ വിത്ത് നടുമ്പോൾ, ചീനമുളകിൻ്റെ തൈ നടുമ്പോൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തുന്നപ്പോൾ അതിൽ നിന്ന് വിത്ത് മുളച്ച് വന്നതാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. പിന്നെ നമ്മുടെ ഗ്രോ ബാഗിലല്ല പ്ലാസ്റ്റിക് ബോട്ടിൽ നട്ട ഇഞ്ചി ഇതാ നല്ല അടിപൊളിയായിട്ട് മുള വന്നിട്ട് ഇഞ്ചി പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിന് മണ്ണ് ഇട്ട് കൊടുക്കണം, പൊത കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ പ്ലാന്റ്സ് സെയിൽ ചെയ്യാനും കൂടി തുടങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണാടി ചെടിയുടെ ഒരു 9 വെറൈറ്റീസ് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറിയ റേറ്റിൽ ഞാൻ സെയിൽ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നമ്പറിൽ വേണമെന്നുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഈ ഒരു പോട്ടോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ ചെടി അയച്ചു തരുന്നത്. ഇനി എല്ലാ ദിവസവും നമ്മുടെ വീഡിയോയിൽ ഇതുപോലൊരു പാർട്ട് ഉണ്ടാവും, 1 മിനിറ്റിൻ്റെ. ഇതുപോലെ സെയിലിനുള്ള ചെടികളുടെ വെറൈറ്റികൾ വെച്ചിട്ടുള്ള ഒരു ഭാഗം കൂടിയും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ഒക്കെ ചെയ്യാം. പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ടാറ്റ, ബൈ ബൈ.